ഇനി നമ്മൾ 24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് പോകുന്നത്. മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച് പാലായിലെ നിയുക്ത MLA മാണി സി കാപ്പൻ 2 തവണ MLA ആയ താൻ മന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മാണി സി കാപ്പൻ 24നോട് പറഞ്ഞു. ടേം വ്യവസ്ഥയെക്കുറിച്ച് ചർച്ചയൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് മാണി സി കാപ്പൻ 24നോട് പറഞ്ഞു. ഘടകകക്ഷി എന്ന നിലയ്ക്ക് പരിഗണന കിട്ടും എന്ന് വിശ്വസിക്കുന്നു. 3ാമത്തെ ടൈം MLA ആണല്ലോ ഞാൻ. അപ്പം തീർച്ചയായും ഒരു പരിഗണന കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല. ACC ഒബ്സർവേഴ്സ് വന്ന് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രം ചോദിച്ചു പോയി. എന്തിനിപ്പോൾ ടൈം വ്യവസ്ഥയുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നു, അവരുടെ തീരുമാനം. ടോബി ജോൺസൺ വാർത്ത വരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ ജോസ് കെ മാണി UDF-ലേക്ക് എന്നൊരു ചർച്ച വന്നപ്പോഴേക്ക് തന്നെ മാനസിക പറഞ്ഞായിരുന്നു പാല കൊടുക്കുന്ന പ്രശ്നമില്ല കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരാണ് മാനസികാപ്പൻ. മാനസികാപ്പൻ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്, അത് വേണം എന്ന് തന്നെ പറയുകയും ചെയ്യാം. ടോബി, പിള്ള മനസ്സിൽ കള്ളവെന്ന് പറയുന്നില്ല, കാപ്പന്റെ മനസ്സിൽ കള്ളവില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയും. തീർച്ചയായിട്ടും ആശ്വി, അത് അങ്ങനെ തന്നെയാണ്. കാപ്പൻ പല കാര്യങ്ങളും അങ്ങനെ തന്നെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, വ്യക്തിയാണ്, യാതൊരു സംശയവുമില്ല. എന്തായാലും കാപ്പനോട് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചില ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായത് നമ്മൾ കണ്ടതാണ്. ജോസ് കെ മാണി LDF-ലേക്ക് വന്നപ്പോൾ UDF-ലേക്ക് ചെന്നിത്തലയാണ് മാണി സി കാപ്പനെ കൊണ്ടുവന്നത്. അന്ന് ചെന്നിത്തല ചില ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു, മന്ത്രിയാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തവണ VD സതീശൻ പാലായിലെത്തിയപ്പോൾ പറഞ്ഞത് ഇനി തിരുവനന്തപുരത്ത് പോയിട്ട് കാപ്പൻ തിരിച്ചു വരുമ്പോൾ അത് മന്ത്രിയായിട്ടായിരിക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടാണ് കഴിഞ്ഞ പ്രചരണ സമയത്ത് VD സതീശൻ ഇവിടെ നിന്ന് പോയത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കൊന്നും തന്നെ കാപ്പനോട് അത്ര വലിയ അതൃപ്തിയൊന്നുമില്ല, അല്ലെ കാപ്പനെ മാറ്റി നിർത്തണമെന്നൊരു യാതൊരു ഇതുമില്ല. കാപ്പനെ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ കോൺഗ്രസിന് ഇത്ര വലിയൊരു വിജയമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഈ മന്ത്രിസ്ഥാനങ്ങൾ വിഭജിച്ചു വരുമ്പോൾ അത് ഈ ഒരു സീറ്റിൽ ജയിച്ച ആളുകളെയൊക്കെ കാര്യമായി പരിഗണന നൽകാതെ ഒരു ടേം വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും കാപ്പൻ അതിനൊന്നും തയ്യാറല്ല. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 5 വർഷവും മന്ത്രിയായിട്ടിരിക്കും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഷിബു ബേബി ജോൺ, അതുപോലെ തന്നെ അനൂപ് ജേക്കബ്, ഒപ്പം തന്നെ CP ജോൺ, തനിക്ക് ഒക്കെ 4 പേർക്കും മന്ത്രിസ്ഥാനം ഉറപ്പ് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ 3 തവണ വിജയിച്ച ഒരു പശ്ചാത്തലത്തിൽ തനിക്ക് മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്, UDF പരിഗണിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈക്കമാൻഡ് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം ചോദിച്ചിരുന്നു. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട്. 23-ാം തീയതിക്ക് മുമ്പ് തന്നെ അതിലൊരു തീരുമാനം വരും. അതിനുശേഷം ഞങ്ങളുടെ കാര്യത്തിലും, അതായത് മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനം ഉണ്ടാകുമെന്നാണ് കാപ്പൻ പറയുന്നത്. എന്തായാലും ഇത്തവണ പാലായിലേക്ക് ഒരു മന്ത്രി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാണി സാറിന് ശേഷം ഒരു മന്ത്രി ഇതുവരെ പാലായിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ശേഷം മാണി സി കാപ്പൻ എന്തായാലും മന്ത്രിയാകും. അത് 5 വർഷവും തികച്ചുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കാപ്പൻ നമ്മളോട് പ്രകടിപ്പിച്ചത്. ടേം വ്യവസ്ഥയുടെ കാര്യത്തിലൊന്നും ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ മാണി സി കാപ്പൻ പറഞ്ഞത്. അത് 5 വർഷവും ഉറപ്പിച്ച് ഭരിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയാകണം എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയിൽ തീരുമാനമായിട്ട് വേണമല്ലോ മന്ത്രിമാരിലേക്ക് എത്താൻ ടൈം വ്യവസ്ഥയൊക്കെ ചർച്ചയാണ്. ചർച്ചയായിട്ടിരുന്നാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാപ്പൻ ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും, തുറന്നങ്ങ് പറയും. ഇന്ന സാധനം വേണമെന്നും ഇന്ന സാധനം വേണ്ടാന്നും പറയും. അതാണ് എനിക്ക് കാപ്പൻ ചേട്ടൻ ഒരു ഇഷ്ടമാണ്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.